പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗങ്ങളുടെ ശല്യവും ഉണ്ടെങ്കിലും കൃഷിയെ മുറുകെ പിടിക്കുകയാണ് ഒരു കർഷകൻ. മയിൽ പാവന്നൂർ മെട്ടയിലെ അസീന മൻസിലിൽ അബ്ദുൽ അസീസാണ് കഴിഞ്ഞ 6 വർഷമായി 3.5 ഏക്കറിൽ വാഴ കൃഷി നടത്തുന്നത്. കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവിലെ പുഴയോരത്ത് 3.5 ഏക്കറിൽ കാട് വെട്ടിത്തെളിച്ചാണ് മയിൽ പാവന്നൂർ മെട്ടയിലെ അസീന മൻസിലിൽ അബ്ദുൽ അസീസിന്റെ വാഴകൃഷി. തമിഴ്നാട്ടിൽ നിന്നും നേന്ത്രൻ വാഴയുടെ കന്നെത്തിച്ചപ്പോൾ സഹായത്തിന് തൊഴിലാളികളെയും കൂട്ടി. ഊണും ഉറക്കവും വാഴത്തോട്ടത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വാഴകൾ കുലക്കാൻ പാകത്തിലായി. 2 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രളയത്തിലും മറ്റും 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നഷ്ടം വന്നപ്പോഴും അബ്ദുൽ അസീസ് കൃഷിയിൽ നിന്ന് പിന്മാറിയില്ല. പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പല ഉപകാരങ്ങൾ പല സ്കൂളുകൾക്ക് തലപ്പറമ്പ് സൗത്തിൻ്റെ 100ഓളം സ്കൂളുകൾക്ക്, അമ്പലത്തിൽ, പള്ളിയിലേക്ക്, മറ്റുള്ള പൊതു കാര്യത്തിൽ എല്ലാ ഞാൻ ഇതിനു മുന്നേ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു 5 ലക്ഷം ഉറുപ്പ്യ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തല കാറ്റുമഴക്ക്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ എന്നിട്ടൊന്നും തളരാതെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പുതിയ 3 ഏക്കർ സ്ഥലം വൃത്തിയാക്കുകയും അവിടെ ഇപ്പോൾ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഇപ്പം ചിലവിട്ടിട്ടുണ്ട്. ഒരു കൃഷിക്ക്, വാഴക്കൃഷിക്ക് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ചിലവ് ചെയ്യുന്ന കർഷകർ ഉണ്ട് എന്ന് പറയുമ്പം തന്നെ ആൾക്ക് തോന്നും ഇവൻ കള്ളപ്പണാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിക്ക് ഇത്രയും പൈസ ചിലവിടുന്ന ഒരു ആനുകൂല്യം കിട്ടാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എവിടുന്ന് വരുന്നതെന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ജനങ്ങൾ വരാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാം എന്നുള്ള ഒരു തത്വം മാത്രമാണ് എൻ്റെ ഈ കൃഷിയോടുള്ള താല്പര്യം. അതായത് എനിക്ക് സമ്പാദിക്കണമെന്നോ, ഞാൻ രാവിലെ 6 മണി മുതൽ വന്നാൽ 4 ആളെ 5 ആളെ പണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് വൈകുന്നേരം പോകുന്നത്. എല്ലാ സമയവും ഊണും ഉറക്കും ഈ തോട്ടത്തിൽ തന്നെയാണ്. ഇത്തവണയും വാഴകൃഷിയുമായി രംഗത്തിറങ്ങിയപ്പോൾ നഷ്ടക്കണക്ക് പറഞ്ഞ് എല്ലാവരും പരിഹസിച്ചു. ആ വാശിയിൽ 3 ഏക്കർ കാടിന്ന് വാഴത്തോട്ടമായി മാറി. വീട്ടുകാരും കർഷക സുഹൃത്തുക്കളും സഹായത്തിനൊപ്പമുണ്ട്. ഒരാനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല എന്ന സങ്കടം ഇദ്ദേഹത്തിനില്ല. ഒരു വീട്ടിൽ ഒരാളെങ്കിലും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് അബ്ദുൽ അസീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.